കൃത്യമായിട്ട് പറഞ്ഞല്ലോ. നേരത്തെ ഈ നിയമം വരുന്നതിന് മുമ്പും നിയമം വന്നതിന് ശേഷവും ഞങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പാർലമെന്റ് പാസാക്കിയ വഖഫ് നിയമം മുൻപത്തെ വിഷയം പരിഹരിക്കാൻ പര്യാപ്തമല്ല. മാത്രമല്ല, ആ നിയമത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയൊരു വിഷയം ഇത് ഒരിക്കലും അവസാനിക്കാത്ത നിയമപ്രശ്നത്തിലേക്ക് അത് കൊണ്ടുപോകാനുള്ള സാധ്യത കൂടി ഇപ്പൊ പരിഹരിക്കാനുള്ള ഒറ്റ അവസരമാണ് ഉണ്ടായിരുന്നത്. വഖഫ് ട്രൈബ്യൂണലിലായിരുന്നു ഈ കേസ്. വഖഫ് ട്രൈബ്യൂണലിൽ ഈ ഭൂമി കൊടുത്ത സെയ്ത്തിന്റെ കുടുംബം പറഞ്ഞു വഖഫ് ഭൂമി അല്ല. ഈ ഭൂമി വാങ്ങിച്ച ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് പറഞ്ഞു ഇത് വഖഫ് ഭൂമി അല്ല. ഞങ്ങൾ ആദ്യം എടുക്കുന്ന സ്റ്റാൻഡ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ള ഉറച്ച നിലപാട് ഞങ്ങളാണ് എടുത്തത്. വഖഫ് ഭൂമി അല്ല. ആ നിലപാടിലേക്ക് ഇപ്പൊ ഭൂമി കൊടുത്തവരും ഭൂമി വാങ്ങിച്ചവരും വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു അനുകൂലമായ നിലപാട് വഖഫ് ട്രൈബ്യൂണലിന്റെ ഭാഗത്തു നിന്ന് വന്നേനെ. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഗവൺമെന്റ് വഖഫ് ബോർഡിനെ കൊണ്ട് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുപ്പിച്ച് സ്റ്റേ വാങ്ങിച്ചു ഈ വഖഫ് ട്രൈബ്യൂണലിന്റെ പ്രവർത്തനങ്ങൾ. മെയ് 19 വരെയുള്ള ഈ വഖഫ് ട്രൈബ്യൂണലിന്റെ കാലാവധി. ഇവർ സ്റ്റേ മേടിച്ചിരിക്കുന്നത് ഗവൺമെന്റ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം വഖഫ് ബോർഡ് ആണെങ്കിൽ ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടിയാണ് പോയിരിക്കുന്നത്. മെയ് 29 വരെ സ്റ്റേ മേടിച്ചു. അപ്പൊ ഈ വഖഫ് ട്രൈബ്യൂണലിന് വിധി പറയാൻ പറ്റില്ല. ഇനി വരാൻ പോകുന്ന വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് പാർലമെന്റ് പാസാക്കിയ BJP-ക്കാർ പാസാക്കിയ വഖഫ് നിയമം അനുസരിച്ചുള്ള ഘടന അനുസരിച്ചുള്ള പുതിയ വഖഫ് ട്രൈബ്യൂണലാണ്. അപ്പൊ തീർക്കാനുണ്ടായിരുന്ന ഒരു അവസരം, ഇവിടെ തീർക്കാനുണ്ടായിരുന്ന ഒരു അവസരം അതിനെ പുറകിൽ നിന്ന് കുത്തി ചതിച്ചത് സംസ്ഥാന ഗവൺമെന്റാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വഖഫ് നിയമം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്നിപ്പോ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. ഞങ്ങൾ അതാണ് ആദ്യമേ പറഞ്ഞത്, ഇത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. രണ്ടാമത് സംസ്ഥാന ഗവൺമെന്റ് അവരെ ചതിക്കുകയും ചെയ്തു. ഒരു കൂട്ടര് പറഞ്ഞു പറ്റിച്ചു, ഒരു കൂട്ടര് ചതിച്ചു. ഇതാണ് വഖഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലുള്ളത്. നമുക്കത് പരിഹരിക്കാൻ കഴിയും. ഞങ്ങൾക്ക് അതിനകത്ത് നിയമപരമായ ഒരു ഫോർമുല ഞങ്ങൾക്കുണ്ട്, UDF-നുണ്ട്. അത് പരിഹരിക്കാൻ പറ്റും. പക്ഷെ ഗവൺമെന്റ് അത് തയ്യാറല്ല. ഗവൺമെന്റ് ഇത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണമെന്ന സംഘപരിവാർ അജണ്ടയ്ക്ക് കുടപിടിച്ചു കൊടുക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്നത്. അതാണ് സ്ഥിതി. ഈ KM അബ്രഹാമുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകിയിരുന്നു. തനിക്കെതിരെ ഗുരുതരാലോചന നടന്നു, അതുകൊണ്ട് തന്നെ IPS ഉദ്യോഗസ്ഥർ നടത്തുന്ന സംഘം ആ കേസ് അന്വേഷിക്കണമെന്ന് കാണിച്ചിട്ട് അദ്ദേഹം പരാതി കൊടുത്തു. CBI അന്വേഷണം നേരിടുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യം ഉയർന്ന ഘട്ടത്തിലാണ് ഈ കത്ത് വന്നത്. അതിന്റെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, കോടതി വിധി വളരെ വ്യക്തമാണ്. കോടതി വിധി ആരാ അന്വേഷിച്ചത്? വിജിലൻസ്. ആരുടെ കീഴിലാണ് വിജിലൻസ്? മുഖ്യമന്ത്രിയുടെ കീഴിൽ. മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായിട്ട് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ വിജിലൻസ് അന്വേഷിച്ചു. എന്നിട്ട് അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കി. അത് വളരെ കടുത്ത ഭാഷയിൽ ഹൈക്കോടതി വിമർശിച്ചിട്ട് മനഃപൂർവ്വം ചെയ്യുകയായിരുന്നു. വിജിലൻസ് ഇദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കുകയായിരുന്നു. പ്രൈമാ ഫസി, പ്രഥമ ദൃഷ്ടിയാൽ ഇദ്ദേഹം കുറ്റക്കാരനാണെന്നതിന്റെ നിരവധി തെളിവുകൾ ഇത് കേസിലുണ്ട്. അതുകൊണ്ട് CBI അന്വേഷിക്കണം എന്ന് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. പിന്നെ വേറെ ഒരു അന്വേഷണത്തിന് എന്തിനാ പ്രസക്തിയാണുള്ളത്? അത് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. രണ്ട് ഇതാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ തെറ്റ്. ഇദ്ദേഹത്തെ കുറ്റം ചെയ്തു എന്ന് ഉറപ്പായി കോടതി കരുതുന്ന ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിജിലൻസിനെ കൂടി ശ്രമിച്ചു. അത് തന്നെയാണ് ഇപ്പൊ അജിത് കുമാറിന്റെ കേസിൽ നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വിജിലൻസ് അന്വേഷിച്ച് അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കി. മുഖ്യമന്ത്രിയുടെ വിജിലൻസ് അന്വേഷിച്ച് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കുറ്റവിമുക്തനാക്കി. മുഖ്യമന്ത്രിയുടെ വിജിലൻസ് അന്വേഷിക്കാത്തതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി. എന്താണ് ആ ഓഫീസിൽ നടക്കുന്നത്? ആരൊക്കെയാണ് ആ ഓഫീസിൽ ഇരിക്കുന്നത്? ഇനി കിഫ്ബിയുടെ തലപ്പത്താണ് ഇദ്ദേഹം ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ക്രെഡിബിലിറ്റി എന്താണ്? ഇദ്ദേഹത്തെ പോലെ ആരോപണ വിധേയനായ ഒരാൾ കിഫ്ബിയുടെ തലപ്പത്തിരിക്കുന്നതിന്റെ പ്രസക്തി എന്താ? കിഫ്ബി തന്നെ ആരോപണങ്ങളിൽ ഉഴലുന്ന ഒരു സ്ഥാപനമാണ്. എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നറിയാതെ ഇവരുടെയൊക്കെ ഉപദേശം കേട്ടാണ് ഈ സർക്കാർ കിഫ്ബി ഉണ്ടാക്കിയത്. അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കിഫ്ബിയായി മാറി. അതിന്റെ എല്ലാം ഉത്തരവാദികളാണ് ഇവരൊക്കെയാണ്. ഈ ഗവൺമെന്റിനെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തും ഈ ഗവൺമെന്റിന്റെ കാലത്തും ഈ സർക്കാരിന് ഉപദേശം കൊടുത്ത് ഈ സർക്കാരിനെ ഈ സ്ഥിതിയിലാക്കിയത് ഇവരെല്ലാം കൂടിയാണ്. അത് ഞങ്ങൾ എപ്പോഴും പറയുമ്പോൾ നിങ്ങൾ ചിരിക്കും. എന്നാൽ ഞാൻ എപ്പോഴും പറയും, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ
ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആവർത്തിച്ച് പറയുന്ന ഒരാളാണ് അല്ലെ? നേരത്തെ തൊട്ട് ഇപ്പൊ ഓരോരുത്തരായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും അല്ല, സഹപ്രവർത്തകനായ അഡീഷണൽ DGP ആയ അതേ റാങ്കുകാരനായ ഒരാൾക്കെതിരായിട്ട് വ്യാജമൊഴി കൊടുത്തു എന്ന് DGP റിപ്പോർട്ട് കൊടുത്തിട്ട് മുഖ്യമന്ത്രി അതിന്റെ മീതക്കേറിയിരിക്കുകയാണ് ആ കസേരയിൽ. അപ്പൊ പുള്ളിയുടെ സീറ്റിന്റെ അടിയിൽ വെച്ചേക്കുന്നത്, കുഷ്യന്റെ അടിയിൽ വെച്ചേക്കുന്നത്. ഇത് മുഖ്യമന്ത്രി ഇരിക്കുന്ന കസേരയുടെ കുഷ്യന്റെ അടിയിലാണ് ആ റിപ്പോർട്ട്. 2 മാസമായത് അത് പുറത്തിറക്കൂല. ഈ ചുറ്റും നിൽക്കുന്ന ഈ ഉപജാപക സംഘത്തെ രക്ഷപ്പെടുത്തുകയും അവർ പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറി. അത് ഏറ്റവും വലിയ ഉദാഹരണമാണ്.